Namaste children, welcome to my class. How are you all? Have you read your chapter? The chapter വായിച്ചോ? Have you find out the meanings of the difficult words? Meanings ഒക്കെ കണ്ടെത്തി പഠിച്ചില്ലേ? Okay. In today's class we can discuss the exercises given in the textbook. Okay? വർക്ക് ചെയ്യാം. Working with language. Fill in the blanks in the sentences below with the words or phrases from the box. You may not know the meaning of all the words. Look such words up in a dictionary or ask your teacher. ഇതിൻ്റെ മീനിങ് എന്താണ്? ഈ ബ്ലാങ്ക് ഒക്കെ ഫില്ല് ചെയ്യാനായിട്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് അറിയാത്തതുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡിക്ഷണറി നോക്കണം. ഓക്കെ, ഫ്രേസസും ഉണ്ട് കേട്ടോ. അതിൽ വെറും ജസ്റ്റ് വേർഡ് മാത്രമല്ല. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഹൗ ക്യാൻ വി ഡു? ഇത് നമ്മൾ ആദ്യം ഈ വേർഡ്സിൻ്റെയൊക്കെ മീനിങ് അറിയണം. ഒന്നെങ്കിൽ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾക്കത് ഫില്ല് ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവണം. സോ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് ഈസിലി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം ഈ വേർഡ്സിൻ്റെ ഒക്കെ മീനിങ് ഒന്ന് നോക്കാം. അതിനുശേഷം ഇത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇവിടെ വരുന്ന വേർഡ്സിൻ്റെ മീനിങ് ഇതാണ്. അതായത് ഔട്ട് ഓഫ് ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യത്തിന് പുറത്താണ്. മിസ്റ്ററി നിഗൂഢം. ട്രൂ ടു ഹിസ് വേർഡ് അവൻ്റെ സത്യം. ചോസ് ജോലികൾ. സെമസ്റ്റർ വർഷാന്തരം. ബിറ്റ്വീൻ യു ആൻഡ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും ഇടയിൽ. അപ്പോൾ ഈ വേർഡ്സൊക്കെ വെച്ച് നിങ്ങൾ ഇതിലേതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ്സ് സീ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇറ്റ്? സം പീപ്പിൾ ഫൈൻഡ് ഹൗസ് ഹോൾഡ് ഡാഷ് എബോ ബട്ട് ഐ ലൈക്ക് ടു ഹെൽപ്പ് അറ്റ് ഹോം. ഇപ്പോൾ ഇവിടെ വാട്ട് ക്യാൻ വി ഫിൽ ചെയ്യുക? ഇവിടെ എന്താ ഫില്ല് ചെയ്യാൻ പറ്റിയ വേർഡ്? ഫസ്റ്റ് നമുക്ക് ബട്ടിന് ശേഷമുള്ള നോക്കാം. അവിടെ എന്താ പറയണത്? ബട്ട് ഐ ലൈക്ക് ടു ഹെൽപ്പ് അറ്റ് ഹോം. അപ്പോൾ എന്താ പറയണത്? എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. ബട്ട് സം പീപ്പിൾ ഫൈൻഡ് ഹൗസ് ഹോൾഡ്. ഇവിടെ എന്താ ചേർക്കാൻ പറ്റിയ വേർഡ് ഏതാണ്? യെസ്, ചോസ്. അപ്പോൾ എന്താണ്? സം പീപ്പിൾ ഫൈൻഡ് ഹൗസ് ഹോൾഡ് ചോസ് എബോ ബട്ട് ഐ ലൈക്ക് ടു ഹെൽപ്പ് അറ്റ് ഹോം. മനസ്സിലായോ? അതായത് വീട്ടുജോലി ചെയ്യാൻ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, അവർക്കത് ബോറിംഗ് ആയിട്ട് തോന്നും. ബട്ട് ഐ ലൈക്ക് ടു ഹെൽപ്പ് അറ്റ് ഹോം. എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഒരു ഇടയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്യാൻ യു ഡാഷ് ദിസ് വേർഡ് ഇൻ ദ ഡിക്ഷണറി? ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റിയ വേർഡ് എന്തായിരിക്കും? ക്യാൻ യു. ഇവിടെ നമ്മളിതിൻ്റെ മീനിങ് ആദ്യം നോക്കാം. ക്യാൻ യു നിങ്ങൾക്ക് ഡാഷ് ദിസ് വേർഡ് ഇൻ ദ ഡിക്ഷണറി. ഈ വേർഡ് ഡിക്ഷണറിയിൽ. ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചേർക്കാൻ പറ്റിയത് എന്തായിരിക്കും? ക്യാൻ യു എന്തായിരിക്കും പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇവിടെ ചേർക്കാം. ഔട്ട് ഓഫ് ലക്ക് ആണോ? അല്ല. ബിറ്റ്വീൻ യു ആൻഡ് മീ എന്ന് ഇവിടെ ഫില്ല് ചെയ്താൽ ശരിയാവോ? ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? ക്യാൻ യു ലുക്ക് അപ്പ് ദിസ് വേർഡ് ഇൻ ദ ഡിക്ഷണറി. അതാണ് ഇവിടെ കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ കുട്ടികളെ അതുപോലെ യു ഹാവ് ടു ഡു ദ റെസ്റ്റ് ഓഫ് ദ വർക്ക് യുവർ സെൽഫ്. ഓക്കെ, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്? യൂസ് ദ ക്ലൂസ് ഗിവൺ ബിലോ ടു കംപ്ലീറ്റ് ദിസ് ക്രോസ്വേർഡ് പസിൽ. അതായത് ക്രോസ്വേർഡ് പസിൽ ഫില്ല് ചെയ്യാനായിട്ടാണ് പറയണത്. ഇവിടെ താഴെ 1 2 3 തന്നിട്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫിൽ ദ വേർഡ്സ്. ഇതേപോലെയല്ല, ഇതിൻ്റെ മീനിങ് ആണ്. ഇതിൽ ചേർക്കാൻ പറ്റിയ വേർഡ് നിങ്ങൾ ഈ ലെസണിൽ പഠിച്ച വേർഡാണ്. നിങ്ങൾക്ക് ഡൗട്ട് വന്ന വേർഡ്സ് നിങ്ങളോട് ഒറ്റയ്ക്ക് ഡിക്ഷണറിയിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിരുന്നു. ആ വേർഡ്സ് ഇതിൽ വരും. ഇതിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? വെരി ടയേർഡ് എന്ന് പറഞ്ഞിട്ട് മീനിങ് വരുന്നത്. അതാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. എന്തായിരിക്കും? വാട്ട് ഈസ് ഇറ്റ്? ഒന്ന് ആലോചിച്ച് നോക്കി ഏതാണ് വേർഡെന്ന്. ഡബ്ല്യു ഡാഷ് എ ഡാഷ് ഡാഷ്. അപ്പോൾ ഇവിടെ എത്ര 5 വേർഡ്സ് ഉള്ള ഒരു എന്താണ് കോളമാണ്. ഇതെങ്ങനെ ഫില്ല് ചെയ്യുക? അപ്പോൾ എന്തായിരിക്കും? ഇവിടെ വരുന്ന വേർഡാണ് വേറി. അതാണ് ഇവിടെ ഇ വരും, എ വരും, ആർ ആൻഡ് വൈ. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ നെക്സ്റ്റ് വേർഡ്. ഇത് 7th വേർഡാണ്. സെക്കൻഡ് വൺ ഏതാണ്? സെക്കൻഡ് വൺ ഈസ് ദിസ്.
ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? അപ്പോൾ നിങ്ങളുടെ ചാപ്റ്ററിലുള്ള ഡിഫിക്കൽട്ടായ വേർഡ്സ് അത് നോക്കിയിട്ട് മീനിങ് പഠിക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്രോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എക്രോസ്? എക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ. ഓക്കെ, ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്ക്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ വേർഡ്സ് ഇതിൻ്റെ മീനിങ് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ മീനിങ്സും ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെയൊക്കെ മീനിങ് പഠിക്കാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ. Okay, next thing is to develop your speaking skill. In the story, Patrick does difficult things he hates to do because the elf pretends he needs help. Have you ever done something difficult or frightening by pretending about it in some way? Tell your classmates about it or say what you feel about homework. The words and phrases in the boxes may help you. Do you think it is useful? Even though you may not like it, form pairs and speak to each other. For example, you may say, I am not fond of homework, but your partner may reply, but my sister helps me with my lessons at home, and that gives a boost to my marks. മനസ്സിലായ കുട്ടികൾ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന്? അതായത് നിങ്ങളിപ്പോൾ ഗ്രൂപ്പായിട്ട് ഫോം ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. ആസ് നിങ്ങളിപ്പോൾ വീട്ടിലായതുകൊണ്ട് ഒന്ന് പാരൻസിൻ്റെ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററോ ഉണ്ട് അവരുടെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇത് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണത്? ഒരാൾ പറയാം, ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ഹോം വർക്ക്. എക്സാമ്പിൾ ഇവിടെ പറയുന്നില്ല. അതുപോലെ ഒരാൾ നെഗറ്റീവായിട്ടൊരു കാര്യം പറയുന്നു, അപ്പം മറ്റേ ആൾ അതിനെ ബട്ട് വെച്ച് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് മൈ സിസ്റ്റർ ഹെൽപ്സ് മീ വിത്ത് മൈ ലെസൺസ് അറ്റ് ഹോം. എന്താണ് ആദ്യം ഒരു കുട്ടി ഇവിടെ പറയുന്നത്? ഐ ആം നോട്ട് ഫോണ്ട് ഓഫ് ഹോംവർക്ക്, എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പം മറ്റേ ആളെന്താ പറയണേ? എൻ്റെ സിസ്റ്റർ എന്നെ എന്താണ് ഹോംവർക്ക് ചെയ്യാൻ, ലെസൺസൊക്കെ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, അത് കാരണം എൻ്റെ മാർക്ക് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ എന്നാലും ഇത് ഒരു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ഇൻക്രീസ് ആവും. അതായത് ഓരോ വേർഡ്സ് സെൻറ്റൻസ് മേക്ക് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ഒരാൾ ഒരു സെൻറ്റൻസ് പറയണു, പെയർ റിപ്ലൈ തരണം. ഓക്കെ, ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ഈസ് റൈറ്റിംഗ്. This story has a lot of rhyming words, as a poem does. Can you write out some parts of it like a poem, so that the rhymes come at the end of separate lines? For example, Patrick never did homework. Too boring, he said. He played basketball, hockey and Nintendo instead. എന്താണ് ഇവിടെ പറയണത്? ഈ ദി സ്റ്റോറി ഈസ് ഫുൾ ഓഫ് റൈമിങ് വേർഡ്സ്. ഇതിൽ നിറയെ റൈമിങ് വേർഡ്സ് ഉണ്ട്. എങ്ങനെയാണ്? ടു ബോറിങ്, അങ്ങനത്തെ പല വേർഡ്സും ഇല്ലേ, അതേപോലത്തെ സെൻറ്റൻസസ് ഒക്കെ കൂടെ നിങ്ങൾ ഫോം ചെയ്തിട്ട് ഒരു പോയം പോലെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. ഓക്കെ, ട്രൈ ഇറ്റ്. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദീസ് സെൻറ്റൻസസ്. ടു ബോറിങ്, ഹി സെഡ്. ക്ലീൻഡ് ഹിസ് റൂം. ഡിഡ് ഹിസ് ജോബ്. When we speak, we often leave out words that can be easily guessed. We do not do this when we write, unless we are trying to write as we speak. അതായത് ഇവിടുത്തെ ചില കാര്യങ്ങൾ ടു ബോറിംഗ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ നമ്മൾ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല. കാരണം എന്താ? അത് നമുക്ക് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്, ആ ഒരു വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മളത് എഴുതുമ്പോഴോ അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. പറയുമ്പോൾ എങ്ങനെ പറയും? അതായത് ഇൻവെർട്ടർ കോമയിലിട്ടാണ് പറയണത്. നോക്കാം. So if we were to write carefully, we would say homework is too boring. പക്ഷെ നമ്മളിത് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? homework is too boring, he said. അതായത് ഇങ്ങനെ ആര് പറഞ്ഞു എന്ന രീതിയിൽ സെൻറ്റൻസ് ആയിട്ട് ഫോം ചെയ്യണതാണ് കേട്ടോ. he cleaned his room and did his chores. ഉണ്ടോ? അപ്പോൾ ആര് ചെയ്തു എന്നുണ്ട് ഇവിടെ. ഓക്കെ, rewrite the following incomplete sentences carefully so that the reader does not have to guess what is left out. ഇവിടെ എന്താണ് ഒരു ചെറിയ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്, മോർ ആൻഡ് മോർ ബുക്സ്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ സെൻറ്റൻസ് ആയിട്ട് ഫോം ചെയ്യാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? മോർ ആൻഡ് മോർ ബുക്സ്,
too difficult, got up late, missed the bus, solve the mystery. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ എക്സാമ്പിളായിട്ട് ആൻസർ ചെയ്ത് കാണിച്ചു തരാം. ടു ഡിഫിക്കൽട്ട് യൂസ് ചെയ്തിട്ട് ഹൗ ടു ഫോം എ സെൻറ്റൻസ്. എന്താണ്? ഷീ ഫൈൻഡ് ഇറ്റ് ടു ഡിഫിക്കൽട്ട് ടു ഡു ഹെർ ഹോംവർക്ക് ഹെർസെൽഫ്. എന്താണ്? അവൾക്ക് ഹോംവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഈ 4 വേർഡ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കണം. ഓക്കെ, നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദിസ് കാർട്ടൂൺ ബൈ R.K. Lakshman. Read the sentence given below the cartoon. Discuss the following questions with your partner. What is it about? Do you find it funny? If so, why? Do you think a cartoon is a serious drawing? Why or why not? എന്താണ് ഇതിൽ പറയുന്നത്? ദിസ് ഈസ് എ കാർട്ടൂൺ. R.K. ലക്ഷ്മണൻ്റെ കാർട്ടൂണാണ്. ഫേമസ് കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. ഒരു കാർട്ടൂണാണിത്. ഇതിലെന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ് അബൌട്ട്? ഈ പിക്ചർ നോക്കിയിട്ട് നിങ്ങളിത് എന്താ ഇതിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. ഇത് എന്തിനെ കുറിച്ചാണ് കാർട്ടൂണ്? ഡു യു ഫൈൻഡ് ഇറ്റ് ഫണ്ണി? നിങ്ങൾക്കത് എന്താണ് ഒരു രസം തോന്നിയോ? വലുതായിട്ട് തോന്നിയോ? ഓക്കെ. ഡു യു തിങ്ക് എ കാർട്ടൂൺ ഈസ് എ സീരിയസ് ഡ്രോയിങ്? കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ സീരിയസ് ഡ്രോയിങ് ആണോ? അത് എന്തെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. Okay children, that's all for today's class. So complete your work yourself. Stay safe. Thank you.